തൃശൂരിലെ തോൽവിയിലും തമ്മിലടിയിലും പരിശോധിക്കാൻ നിയോഗിച്ച 3-അംഗ KPCC സമിതി ഇന്ന് മൊഴികളെടുക്കും. ജില്ലയിലെ മുതിർന്ന നേതാക്കളും സമിതി അംഗങ്ങളും കൂടിക്കാഴ്ച നടത്തും. പോസ്റ്റർ യുദ്ധത്തിന് പിന്നിൽ പാർട്ടിക്കാർ മാത്രമല്ലെന്ന വിലയിരുത്തലാണ് അന്വേഷണ കമ്മീഷൻ. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, DCC അധ്യക്ഷനായി VK ശ്രീകണ്ഠൻ ചുമതലയേൽക്കുന്ന ദിവസം തന്നെ പോസ്റ്ററുകൾ പ്രത്യക്ഷമായതിലും ചില പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ VK ശ്രീകണ്ഠൻ നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പിഴുപ്പലക്കഴും പോസ്റ്റർ ഒട്ടിക്കലും വേണ്ട എന്ന് അദ്ദേഹം പറയുന്ന ഒരു അവസ്ഥയിലോട്ട് പോലും കാര്യങ്ങൾ പോയിരുന്നു. ഈ ഒരു അവസരത്തിലാണ് മൊഴിയെടുക്കൽ നടക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഈ തൃശ്ശൂരിലെ KM മുരളീധരന്റെ തോൽവിയും ഒപ്പം തന്നെ പിന്നീട് തോൽവിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള തമ്മിലടി അടക്കമുള്ള വിഷയങ്ങളിൽ പരിശോധന നടത്തി KPCCക്ക് സമഗ്ര റിപ്പോർട്ട് നൽകാൻ വേണ്ടി KPCC നിയോഗിച്ചിട്ടുള്ള 3-അംഗ സമിതിയാണ് ഇന്ന് തെളിവെടുപ്പ് ആരംഭിക്കുന്നത്. KC ജോസഫ്, T സിദ്ദിഖ്, ഒപ്പം തന്നെ INTC നേതാവായിട്ടുള്ള R ചന്ദ്രശേഖർ തുടങ്ങിയ 3 പേരടങ്ങുന്ന അംഗസമിതിയാണ് ഇവർ ഇന്ന് തെളിവെടുപ്പ് നടത്തുന്നത്. ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 വിഭാഗങ്ങളായിട്ട് ഇപ്പോൾ തൃശൂർ DCCയിലെ പ്രവർത്തകർ തിരിഞ്ഞിരിക്കുകയാണ്. ഒന്ന്, DCC പ്രസിഡന്റ് ജോസ് കെ വള്ളൂരിനെ, മുൻ DCC പ്രസിഡന്റ് ആയിരുന്ന ജോസ് കെ വള്ളൂരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും KM മുരളീധരനെ അനുകൂലിക്കുന്നതായിട്ടുള്ള മറ്റൊരു വിഭാഗം. ഇങ്ങനെ 2 വിഭാഗങ്ങളായി തിരിഞ്ഞൊരു സാഹചര്യത്തിൽ ഇരു വിഭാഗങ്ങളിലെയും ആളുകളെ വിളിച്ച് വിവരങ്ങൾ തിരക്കുക എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ ഈ 3-അംഗ സമിതി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട ചില മുതിർന്ന നേതാക്കളെ അടക്കം ഇന്ന് 3-അംഗ സമിതി വിളിപ്പിച്ചിട്ടുണ്ട്. ഇവരുമായി കൂടിക്കാഴ്ച നടത്തും. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ യുദ്ധമടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DCC ഓഫീസിൽ വെച്ച് തന്നെയായിരിക്കും ഇവർ ഇന്ന് കൂടിക്കാഴ്ച നടത്തുക എന്നുകൂടി മനസ്സിലാവുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ പോസ്റ്റർ യുദ്ധം, അതായത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പോസ്റ്റർ യുദ്ധം, ഇതിൽ പാർട്ടിക്കാർ മാത്രമല്ല ചില ബാഹ്യശക്തികൾ കൂടി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിൽ തന്നെയാണ് ഈ 3-അംഗ സമിതി ഉള്ളത്. ഈ നിലവിലുള്ള സാഹചര്യം മുതലെടുക്കുന്നതിന് വേണ്ടി മറ്റു പാർട്ടിക്കാരും ശ്രമിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇവരുടെ വിലയിരുത്തലുള്ളത്. ഒപ്പം തന്നെ ഇനി അതായത് ഈ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഈ KM മുരളീധരനെ അനുകൂലിച്ചും ജോസ് കെ വള്ളൂരിനെ എതിർത്തുമായിട്ടുള്ള ചില പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റുകളെല്ലാം തന്നെ നീക്കം ചെയ്യാനായിട്ട് പല പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തവർക്കെതിരെ കർശനമായ നടപടി എടുക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ താൽക്കാലിക DCC പ്രസിഡന്റിന്റെ ചുമതലയിലുള്ള VK ശ്രീകണ്ഠൻ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ DCC പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റെടുക്കുന്ന അതേ സമയത്ത് തന്നെ രാവിലെ തന്നെ DCC ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ പോസ്റ്റർ യുദ്ധം തുടരുന്നതിനിടയിൽ തന്നെയാണ് VK ശ്രീകണ്ഠൻ DCC പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയ രീതിയിലുള്ള പോസ്റ്റർ യുദ്ധമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പൊട്ടിത്തെറികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഏതായാലും 3-അംഗ സമിതിയും ഉള്ളത്. ദേവിക. തൃശ്ശൂരിൽ നിന്ന് കിരൺകുമാർ വിവരങ്ങൾ പങ്കുവച്ചു.